എമ്പുരാൻ സിനിമയെ ചൊല്ലിയുള്ള വിവാദം കത്തുകയാണ്. ഇന്നലെ സിനിമയിലെ 17 ഭാഗങ്ങൾ അണിയറ പ്രവർത്തകർ വെട്ടിമാറ്റുകയോ മ്യൂട്ട് ചെയ്യുകയോ ചെയ്തിരുന്നു. ഗുജറാത്ത് കലാപത്തെ പരാമർശിക്കുന്നതടക്കം സംഘപരിവാർ സംഘടനകൾ വിമർശനം ഉന്നയിച്ച ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്തത്. ഈ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ പ്രദർശിപ്പിച്ച് റീസെൻസറിംഗ് നടത്താനാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ നീക്കം. പുതിയ പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, നേരത്തെ പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയോടുകൂടി ഈ എഡിറ്റ് ചെയ്ത പതിപ്പ് എത്തും എന്നുള്ളതാണ്. പക്ഷേ അതുണ്ടാകില്ല, അത് വ്യാഴാഴ്ചയോടുകൂടി എത്തുകയേ ഉള്ളൂ. റീ എഡിറ്റ് ചെയ്തതിനു ശേഷം ഒരു സെൻസറിംഗ് നടപടി കൂടി ഇപ്പോൾ ആ സിനിമ നേരിടേണ്ടി വരും എന്നതാണോ പുതിയ സാഹചര്യം? തീർച്ചയായും ആര്യ, ആദ്യം പറഞ്ഞിരുന്നത് തിങ്കളാഴ്ചയോടുകൂടി പുതിയ പതിപ്പ് എഡിറ്റഡ് വേർഷൻ എത്തുമെന്നായിരുന്നു. പക്ഷേ ഈ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ അതിനുശേഷം വീണ്ടും സെൻസർ ബോർഡിനെ കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഈ സിനിമ വീണ്ടും പ്രദർശനം ഉണ്ടാവുകയുള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാഴാഴ്ചയോടുകൂടി, ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആയിട്ടായിരിക്കും പുതിയ എമ്പുരാൻ, അതായത് 17 ഭാഗങ്ങൾ മാറ്റി അതിനുശേഷം ഈ വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് അടക്കം മാറ്റിയുള്ള പുതിയ സിനിമ വ്യാഴാഴ്ചയോടുകൂടി എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഒരു വിവരമൊന്നും ഈ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അങ്ങനെ ആണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ സിനിമയുടെ ഭാഗങ്ങൾ നേരത്തെ സംഘപരിവാറിന്റെ വലിയ പ്രതിഷേധത്തെ തുടർന്നും വലിയ ആരോപണങ്ങളെ തുടർന്നുമൊക്കെയാണ് ഈ സിനിമയുടെ പല ഭാഗങ്ങളും വെട്ടിമാറ്റാനൊക്കെ ഈ നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതുവരെ സംവിധായകൻ പൃഥ്വിരാജിന്റെയോ ഒപ്പം മറ്റ് അണിയറ പ്രവർത്തകരോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇവരുടെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലായി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്ന് കൂടിയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ വലിയ ആകാംക്ഷയിൽ അല്ലെങ്കിൽ പ്രതീക്ഷയിലൊക്കെ മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന, ഒപ്പം തന്നെ മലയാള സിനിമയെ ലോക സിനിമയുടെ ഇടയിൽ ഒരു ഇടം പിടിക്കാവുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. അതിനെ ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ആരാധകർ കാത്തിരുന്നത്. പക്ഷേ ആ സിനിമയെ സംഘപരിവാർ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, വലിയ പ്രതിഷേധവുമായി വരുന്നു. RSS മുഖപത്രം തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ എഴുതുന്നു. ഈ സിനിമ രാജ്യദ്രോഹ കുറ്റം പോലെയൊക്കെ ആയിരുന്നു സിനിമയെ കണ്ടിരുന്നതും RSS നേതാക്കളുടെ പ്രതികരണമൊക്കെ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഇതുവരെയും സംവിധായകന് പൃഥ്വിരാജോ മറ്റ് അണിയർ പ്രവർത്തകരോ മോഹൻലാലോ ഒന്നും പ്രതികരിച്ചിട്ടില്ല. മോഹൻലാൽ മാപ്പ് പറയണമെന്ന തരത്തിലേക്ക് വരെ ഇന്നലെയൊക്കെ RSS നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ ഇതിലൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ ഇക്കാര്യത്തിലൊക്കെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പുതിയ പതിപ്പ് എഡിറ്റഡ് വേർഷൻ ഇത് ഏതൊക്കെ ഭാഗങ്ങൾ നീക്കും അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളുള്ള ഭാഗങ്ങൾ അത് തന്നെ ആയിരിക്കും ഈ വെട്ടിമാറ്റുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചതും ഈ ഭാഗങ്ങളായിരുന്നു. കാരണം ഈ സംഘപരിവാറിന് ഈ ഗുജറാത്ത് കലാപത്തിൽ പങ്കുണ്ടെന്ന തരത്തിലെ സിനിമയിലെ ചില പരാമർശങ്ങളും ഭാഗങ്ങളും അത് തന്നെ ആയിരിക്കും വെട്ടിമാറ്റുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി പുതിയ സിനിമ എത്തും. ഒപ്പം തന്നെ ഈ സിനിമ വെട്ടിമാറ്റുന്നു എന്ന എഡിറ്റ് ചെയ്യുന്നു എന്ന ഒരു വാർത്ത വന്നതിന് പിന്നാലെ വലിയ തിരക്കാണ്. നമുക്കറിയാം, ആദ്യ ദിനം മുതൽ തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. വലിയ രീതിയിൽ ബുക്കിംഗ് ഉണ്ടായ, റെക്കോർഡ് ബുക്കിംഗ് ഉണ്ടായ സിനിമയായിരുന്നു എമ്പുരാൻ. അത് വീണ്ടും ഒരു പ്രത്യേകിച്ച് നാളെ ഇന്നലെയും ഇന്നും ഒക്കെയായി അവധി ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളാണ്. മാത്രമല്ല നാളെ മുതൽ എഡിറ്റ് ചെയ്ത വേർഷൻ ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള വാർത്ത കൂടി പുറത്തു വന്നതോടുകൂടി ഇന്ന് വമ്പൻ തിരക്കായിരുന്നു എമ്പുരാൻ കാണുവാൻ വേണ്ടി. ആ എഡിറ്റ് ചെയ്ത ഭാഗം ആ റീ എഡിറ്റഡ് പതിപ്പ് വരുന്നതിന് മുമ്പ് മുഴുവനായി ആ ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെല്ലാം ഇന്ന് തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുകയാണ്. പക്ഷേ ഇനി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത, ആശ്വാസകരമായ വാർത്ത കൂടിയാണ്. പുതിയ റീ എഡിറ്റഡ് പതിപ്പ് വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അപ്പോൾ ഇത്രയും സമയം നമുക്ക് പഴയ പതിപ്പ് കാണാൻ സമയം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്.